ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ ചാനലിൻ്റെ പേര് സ്റ്റോറി ലൈൻ എന്നാണ്. എൻ്റെ പേര് പൂർണ്ണ. ഞാൻ പുതിയതായിട്ട് തുടങ്ങിയൊരു ചാനലാണ്. ഞാൻ ആദ്യമായിട്ട് കിഷ്കിന്ദ കാണ്ഡം എന്നുള്ള നമ്മുടെ മലയാളം മൂവിയെക്കുറിച്ച് ഒരു റിവ്യൂ ഇടാൻ ഉദ്ദേശിക്കുന്നു. ഈ മൂവിയുടെ സ്പോയിലർ റിവ്യൂ ആയിരിക്കും ഇത്. അതായത് നിങ്ങളിത് സിനിമ കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടിട്ട് വന്നിട്ട് ഈ വീഡിയോ കണ്ടാൽ മതി, അല്ലെങ്കിൽ മൂവി ഫുൾ സ്പോയിലായി പോവും. ബിക്കോസ് ഇതിൻ്റെ സ്റ്റോറി അങ്ങനെയാണ്. നമ്മൾക്ക് ഈ സ്റ്റോറിയെക്കുറിച്ച് പറഞ്ഞ് കൂടുതൽ ഡിസ്കസ് ചെയ്താൽ നിങ്ങൾക്ക് ഈ സിനിമയുടെ എക്സ്പീരിയൻസ് മുഴുവൻ കുളമായി കിട്ടും. അതുകൊണ്ട് പ്ലീസ് സിനിമ കണ്ടവർ മാത്രം ഈ റിവ്യൂ കാണുക, അല്ലാത്തവർ പോയി സിനിമ കാണുക. ഇറ്റ് ഈസ് വെരി ഗുഡ് മൂവി, നല്ല മൂവിയാണ്, എന്തായാലും പോയി കാണുക. അതുകൊണ്ട് കണ്ടിട്ട് ഉള്ളവർ നമുക്ക് സ്പോയിലർ റിവ്യൂ തുടങ്ങാം. അപ്പോൾ ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേ ഭയങ്കര നല്ലതാണ്. ഞാൻ സ്ക്രീൻ പ്ലേ പഠിച്ച ആളാണ്, അതുകൊണ്ട് ഐ നോ സ്ക്രീൻ പ്ലേ ഭയങ്കര നല്ലതാണ്. ഇത് നമ്മളൊരു സിറ്റുവേഷൻ്റെ നമ്മൾ നടുക്കാണ് കൊണ്ടിടുന്നത്. നമ്മൾ ആദ്യമല്ല നമ്മുടെ സിറ്റുവേഷൻ തുടങ്ങുന്നത്, സിറ്റുവേഷൻ്റെ നടുക്ക് നമ്മൾ ചെന്ന് കയറുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ കാണും ഒരു കല്യാണം നടക്കുകയാണ്. അത് രജിസ്റ്റർ മാരേജ് ആണ്, മണ്ഡപത്തിൽ വെച്ച് നടക്കുന്ന കല്യാണമല്ല. അപ്പോൾ നമുക്ക് വിചാരിക്കും എന്തിനാണ് ഇത് രജിസ്റ്റർ മാരേജ്, എന്താണ് അത് കല്യാണമാണ്, പക്ഷേ രജിസ്റ്റർ മാരേജ് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അത് കഴിഞ്ഞാണ് തോക്ക് കാണാതെ പോയ ഒരു സിറ്റുവേഷൻ നമുക്ക് അറിയുന്നത്. ആ ഒരു സിറ്റുവേഷൻ കൊണ്ട് തന്നെ നമ്മളെ ആ സിനിമയിൽ സ്റ്റോറിയിലോട്ട് അതങ്ങ് വലിച്ചെടുക്കും. നമ്മൾ ഫുള്ളി ഇൻവെസ്റ്റഡ് ആണ് ആ സ്റ്റോറിയിൽ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു സിറ്റുവേഷൻ തുടങ്ങിയത് തൊട്ട് തീരുന്നവരെ സിനിമ തീരുന്നവരെ നമ്മളെ പിടിച്ചിരുത്തുകയാണ്. അത് അത്ര ഫ്രം എഡ്ജ് ഓഫ് യുവർ സീറ്റ് എന്ന് പറയുന്ന പോലെ അങ്ങനെ പിടിച്ചിരുത്തും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കല്യാണം കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ആസിഫ് അലിയുടെ ക്യാരക്ടർ, അപർണ ബാലമുരളിയുടെ ക്യാരക്ടറിനെ എൻ്റെ അടുത്ത് ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഒരു ആരുടെയോ അനിയനാണ് എന്ന് പറഞ്ഞാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്കറിയില്ല ഇത് ആരുടെ അനിയനാണ്, ആരാണ് ഈ ക്യാരക്ടർ എന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ വെറുതെ ശരി ഈ ആരുടെയോ അനിയൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ വിചാരിക്കുന്നത്. പിന്നെ നമ്മൾ ലേറ്റർ ആണ്, കുറേ നാൾ കഴിഞ്ഞിട്ടാണ് കുറേ സീൻസ് കഴിഞ്ഞിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് ആസിഫ് അലിയുടെ പഴയ ഭാര്യയുടെ അനിയനാണ് എന്ന്. ആസിഫ് അലിക്ക് പഴയ ഭാര്യ ഉണ്ടെന്നോ അത് രണ്ടാമത്തെ കല്യാണമാണെന്നോ ഒന്നും നമ്മുടെ അടുത്ത് പറയുന്നില്ല. നമ്മളെ വെറുതെ ആ സിറ്റുവേഷനെ നടുക്കൊണ്ടിട്ടേക്കാണ്. അത് കഴിഞ്ഞിട്ട് അവർ വീട്ടിൽ ചെന്നിട്ട് അപർണ ബാലമുരളി പിറ്റേ ദിവസമാണ് അപർണ ഈ ഒരു റേഡിയോ മേളിൽ മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന കാണുന്നതും. അപ്പം ആണ് ആസിഫ് അലി അവൻ ഒരു ചച്ചു എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ കുറിച്ച് സംസാരിക്കും. ചച്ചു ഇങ്ങനെ കുരങ്ങന്മാരുമായിട്ട് വഴക്കായിരുന്നു, അവൻ്റെ കളിപ്പാട്ടം എല്ലാം എടുത്തുകൊണ്ട് പോകുമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അപ്പോഴും നമുക്കറിയില്ല ചച്ചു ആരാണ്. അത് കഴിഞ്ഞ് കുറച്ച് സീൻ കഴിഞ്ഞിട്ടാണ് മനസ്സിലാവുന്നത് ഈ ചച്ചു എന്നുള്ളത് ആസിഫ് അലിയുടെ മോനായിരുന്നു. ആസിഫ് അലിക്ക് രണ്ടാമത്തെ കല്യാണമാണിത്. ആദ്യം ഒരു ഭാര്യ ഒരു കുഞ്ഞും ഉണ്ടായിരുന്നു. അവർക്ക് എന്ത് പറ്റിയെന്ന് നമുക്കറിയില്ല. ഭാര്യ മരിച്ചു, കുഞ്ഞിനെ കാണാതായി എന്നൊക്കെ പറയും. അത് പിന്നെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ഇതിനകത്ത് ഇൻഫർമേഷൻ റിവീൽ ആവുന്നത്. അപ്പം ആ സ്ക്രീൻ പ്ലേ എഴുതിയേക്കുന്നത് തന്നെ നല്ല ബ്രില്യൻ്റ് ആയിട്ടാണ്. പിന്നെ അതേപോലെ ആസിഫ് അലിയുടെ അച്ഛൻ അപ്പുപിള്ളയുടെ ക്യാരക്ടർ, അയാൾ ഒരു ഇങ്ങനെ തിരിഞ്ഞു പോകുന്ന വഴിയിൽ അവിടെ എത്തിയിട്ട് വണ്ടി ഓണാവുന്നില്ല എന്ന് പറഞ്ഞ് ഫോൺ വിളിക്കും. അപ്പോഴും നമുക്കറിയില്ല ഇയാൾക്ക് ഇങ്ങനെ ഓർമ്മയുടെ പ്രശ്നമുള്ള അസുഖമുണ്ട് എന്നുള്ളത് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. നമ്മളിങ്ങനെ എന്തൊക്കെയോ ദുരൂഹത എന്നും പറഞ്ഞ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. പക്ഷെ പിന്നെയാണ് ഓരോ ഇൻഫർമേഷൻ വരുന്നതും. ആ അപർണ ബാലമുരളിയുടെ ക്യാരക്ടറിൽ കൂടെയാണ് നമ്മൾ ഈ സിനിമ കാണുന്നത്. അതായത് ഒരു പുതിയൊരു വീട്ടിലോട്ട് വന്നു, അവിടെ എന്തൊക്കെയോ ദുരൂഹതയുണ്ട്. അപ്പോൾ അവരത് കണ്ടുപിടിക്കാൻ നോക്കുക. അപ്പം ഓരോ ഇൻഫർമേഷനും അപർണയ്ക്ക് കിട്ടുന്നതിൻ്റെ കൂടെയാണ് നമുക്കും കിട്ടുന്നത്. ആസ് എ വ്യൂവർ നമുക്കും കിട്ടുന്നത്. വേറൊരു ക്യാരക്ടറിൽ കൂടെ നമ്മളെ ഈ സിനിമയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതൊരു ടെക്നിക്കാണ് സ്ക്രീൻ പ്ലേയുടെ. അത് ഇതിനകത്ത് വന്നിട്ടുണ്ട് നന്നായിട്ട്. പിന്നെ ഇത് പലരും എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ സിനിമ തുടങ്ങുന്നത് തൊട്ട് തീരുന്നവരെ എത്ര സമയം പോയി എന്ന് അറിയാൻ പോലും പറ്റിയില്ല. എപ്പോൾ ഇൻ്റർവെൽ വന്നു എപ്പോൾ തീർന്നു എന്ന് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് ഗ്രിപ്പിംഗ് സ്റ്റോറിയായിരുന്നു.
ആ സിനിമ തീരുമ്പോൾ നമുക്കങ്ങ് ഭയങ്കര നമ്മുടെ ഹൃദയം അങ്ങ് ഹെവി ആയിരുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ്. അത്രയ്ക്ക് ട്രാജിക് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണിത്. നമ്മൾ സിനിമ കഴിഞ്ഞിട്ടും ഇതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ഒരു സിനിമ കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് പല ദിവസം കഴിഞ്ഞാലും നമുക്ക് ഈ സ്റ്റോറി നമുക്ക് മറന്നു പോകാൻ പെട്ടെന്ന് മറക്കാൻ പറ്റുന്നൊരു സ്റ്റോറി അല്ല. പിന്നെ എനിക്കിതൊരു ആവശ്യമില്ലാത്ത 2 സീൻ ഈ സിനിമയിലുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതായത് ആസിഫ് അലിയുടെ ക്യാരക്ടർ എല്ലാം പറഞ്ഞു കഴിഞ്ഞു, അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുക. അച്ഛൻ ഇങ്ങനെ സാധനങ്ങൾ കത്തിക്കുമ്പം വന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പം വിജയരാഘവൻ്റെ ക്യാരക്ടർ, അപ്പുപിള്ളയുടെ ക്യാരക്ടർ ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്കിതെല്ലാം മനസ്സിലായി, ഞാൻ എല്ലാം അറിഞ്ഞു, പക്ഷേ എനിക്ക് ആരുടെ അടുത്തും പറയണ്ട, അതിനാണ്ട് ഞാൻ എല്ലാം കത്തിച്ച് കളയുന്നെന്ന് പറയുന്നുണ്ട്. ആ ഒരു സീൻ വേണ്ടായിരുന്നു. ലൈക്ക് അപ്പുപിള്ളയുടെ ക്യാരക്ടറിന് അറിയാം എന്നുള്ളത് ആസിഫ് അലി ഓൾറെഡി മനസ്സിലാക്കുന്നുണ്ടല്ലോ, അതിനാണല്ലോ അച്ഛനെല്ലാം കത്തിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഈ കത്തിക്കുന്ന സീൻ ആസിഫ് അലി ജനലിൽ കൂടെ നോക്കുമ്പോൾ ഈ അച്ഛനെ എപ്പോഴും ഇത് കത്തിക്കുന്നു എന്ന് മാത്രം അതാണ് കൂടുതൽ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയത്. അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുന്നതോ അച്ഛനെ കെട്ടിപ്പിടിക്കുന്ന സീനും ഒക്കെ വേണ്ടായിരുന്നു. ലൈക്ക് അത് ഭയങ്കര ആ സിനിമയായിട്ട് സൂട്ടാവുന്നില്ല, ആ ക്യാരക്ടറുമായിട്ട് സൂട്ടാവുന്നില്ല. ബാക്കി വേറൊരു സീൻ എനിക്ക് വേണ്ടാന്ന് തോന്നിയത് ആ ഒരു ഡ്രീം സീക്വൻസ് ഉണ്ട്, ഒരു സ്വപ്നം കാണുന്ന, ആസിഫ് അലിയുടെ ക്യാരക്ടർ സ്വപ്നം കാണുന്ന ഒരു ഭാഗമുണ്ട്. അതായത് ഈ അച്ഛൻ മേളിൽ നിന്ന് ഇങ്ങനെ നോക്കുന്നതും കുഞ്ഞിങ്ങനെ താഴോട്ട് ഓടി പോകുന്നതുമാണ് ആ സീനിലെ സ്വപ്നം. എന്തുകൊണ്ടാണ് ഈ ക്യാരക്ടർ ഈ ഒരു സ്വപ്നം കാണാൻ കാരണം? അതായത് ആസിഫ് അലിയുടെ ക്യാരക്ടറിന് ഓൾറെഡി അറിയാം അവൻ്റെ അച്ഛൻ ഇന്നസെൻ്റ് ആണ്, അച്ഛനല്ല ചെയ്തത് എന്നുള്ളത് അറിയാം. പിന്നെ മോൻ എന്ത് പറ്റിയെന്നും അയാൾക്കറിയാം. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സ്വപ്നം കാണേണ്ട ആവശ്യമില്ല. അത് ആ സ്വപ്നം കാണുന്നത് വെറുതെ നമ്മളുടെ വ്യൂവേഴ്സിനെ കൺഫ്യൂസ് ആക്കാൻ വേണ്ടിയാണ് ആ സ്വപ്നം അവിടെ ഇട്ടേക്കുന്നത്. വേറെ ഒരു റെഡ് ഹെറിങ് പോലെയാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് ആ സ്വപ്നം ആ ഒരു കഥയിൽ ഫിറ്റാവുന്നില്ല. സിനിമയിൽ ഫിറ്റായിക്കോട്ടെ, സിനിമയിൽ നമ്മളെ കൺഫ്യൂസ് ആക്കാൻ വേണ്ടിയാണ് ആ സ്വപ്നം. പക്ഷേ കഥയിൽ യഥാർത്ഥത്തിൽ റിയാലിറ്റിയിൽ അത് ഫിറ്റാവുന്നില്ല. പിന്നെ ഉള്ളത് ആ 2 സീനുകളും വേണ്ട എന്നാണ് എനിക്ക് തോന്നിയത്. ബാക്കി എനിക്കൊന്നും കുഴപ്പമൊന്നും തോന്നിയില്ല. നല്ല സിനിമയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇതുവരെ ഈ വീഡിയോ കണ്ടതോടെ അത് സ്പോയിലായിപ്പോയി. പക്ഷേ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക, നല്ല സിനിമയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എൻ്റെ അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു, ഞാൻ കണ്ടിട്ടുണ്ട്, സംസാരിച്ച എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആ സിനിമ. സോറി, എൻ്റെ ഒരു പൂച്ചയുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ കിടന്ന് നിലവിളിക്കുന്നു. കാണിച്ചു തരാം, ഇതാണ് കക്ഷി. എന്നിട്ട് നിങ്ങൾ പോയി കാണുക സിനിമ. എന്താണ് സിനിമയെക്കുറിച്ച് തോന്നിയത്, കണ്ടിട്ടുള്ളവർ എന്താണ് സിനിമയെക്കുറിച്ച് തോന്നിയത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഞാൻ ആദ്യമായിട്ട് തുടങ്ങുന്ന ചാനലാണ്, അതുകൊണ്ട് തന്നെ ഒന്ന് കുറച്ച് സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും, കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുകൊണ്ട് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.